ഇപ്പോൾ തൃശൂർ വടക്കാഞ്ചേരിയിൽ ജനവാസ മേഖലയിൽ വീണ്ടും കാട്ടാനക്കൂട്ടം ഇറങ്ങിയെന്ന വാർത്ത കൂടി വരുന്നുണ്ട്. മങ്കര ഉന്നതിക്ക് എതിർവശത്തെ ജനവാസ മേഖലയിലാണ് 3 കാട്ടാനകൾ എത്തിയത്. സൂരജ് സജീവ് വിവരങ്ങളുമായി ചേരുന്നു. സൂരജ്, ഇത് കാട്ടാനക്കൂട്ടത്തെ തിരികെ കാട് കയറ്റാനുള്ള ശ്രമങ്ങൾ എങ്ങനെയാണ്? ഒരുപാട് മനുഷ്യർ താമസിക്കുന്ന മേഖല തന്നെയാണോ സൂരജ്? ഹാഷ്മി, ഒരുപാട് ആളുകൾ തിങ്ങിപ്പാർക്കുന്ന വാഴാനിയിലാണ് ഈ കാട്ടാനക്കൂട്ടം ഇറങ്ങിയത്. രാവിലെയാണ് ഈ 3 കാട്ടാന ജനവാസ മേഖലയിലേക്ക് ഇറങ്ങിയത്. ജനവാസ മേഖലയിൽ ഇറങ്ങി ഈ മരത്തിന്റെ കൊമ്പുകളും വാഴയും ഒക്കെ നശിപ്പിക്കുന്ന ശബ്ദം കേട്ട് ഈ പ്രദേശവാസികൾ ഉണർന്നു നോക്കുമ്പോഴാണ് ഈ കാട്ടാനക്കൂട്ടത്തെ കാണുന്നത്. പിന്നീട് ടോർച്ചടിച്ചും വലിയ രീതിയിലൊക്കെ ശബ്ദമുണ്ടാക്കിയും ഈ ആനയെ ജനവാസ മേഖലയിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. പക്ഷേ ഈ കുതിരാൻ തുരങ്കം വന്നതിന് തൊട്ടു പിന്നാലെ ഈ വാഴാനി മേഖലയിലേക്ക് ഈ കാട്ടാനക്കൂട്ടം ഇറങ്ങുകയായിരുന്നു. അതിപ്പോഴും ഈ മേഖലയിൽ തന്നെ ജനവാസ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് തമ്പടിച്ചിരിക്കുകയാണ്. രാത്രികാലങ്ങളായാൽ ഈ ജനവാസ മേഖലയിലേക്ക് ആന ഇറങ്ങുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഈ മങ്കര ഉന്നതിക്ക് സമീപമാണ് ആന എത്തിയതെങ്കിൽ പോലും ഒരു 100 മീറ്റർ കൂടി കടന്നിരുന്നെങ്കിൽ പ്രധാന പാതയിലേക്കടക്കം, വാഴാനിയിലെ പ്രധാന പാതയിലേക്കടക്കം ഈ കാട്ടാനക്കൂട്ടത്തിന് എത്താൻ കഴിയും. ഈ രാത്രികാലങ്ങളിൽ ആന ഇറങ്ങുമ്പോൾ എന്ത് ചെയ്യണം എന്നറിയാത്ത അവസ്ഥയിലാണ് ഈ പ്രദേശവാസികളുള്ളത്. RRT സംഘത്തിന്റെ പ്രവർത്തനം ഒന്നും കാര്യക്ഷമമല്ല എന്നുള്ളതാണ് അറിയിക്കുന്നത്. രാത്രികാലങ്ങളിൽ ഈ ആനയെ തുരത്താൻ ഏതെങ്കിലും തരത്തിലുള്ള സംവിധാനം വേണം എന്നുള്ളതാണ് നാട്ടുകാർ ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. ഹാഷ്മി, ക്രിസ്റ്റിന. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.